കലൂരിൽ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി അക്ബർ പിടിയിൽ. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ് പിടിയിലായത്. സിബി ജോസഫ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സിബി, സംഭവം നടന്ന 5 ദിവസം പിന്നിട്ടതിനു ശേഷമാണ് പ്രതി പിടിയിലാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെ നടക്കുന്നു? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ജീന, ഈ കേസിലെ മുഖ്യപ്രതിയാണ് ഈ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി. അക്ബർ അലിക്ക് വേണ്ടി കഴിഞ്ഞ 5 ദിവസമായി തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. പാലക്കാട് വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയായിരുന്നു പോലീസ് നിഗമനം. എന്തായാലും അത് ശരിവെക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ വൈകിട്ടോടെ അക്ബർ അലിയെ പിടികൂടിയിട്ടുണ്ട്. ഇയാളെ പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത്. ഇവിടെ ഈ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്ന രൂപമാറ്റം ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് പിടികൂടിയത്. പോലീസ് പറയുന്നത് ഇയാൾ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി ഒരു ദീർഘയാത്ര അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് പോകാൻ വേണ്ടി തന്നെ, ഒരു ദൂരേക്ക് പോകാൻ വേണ്ടി തന്നെ ഇയാൾ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രത്യേകമായ സംഘം നിയോഗിച്ചുകൊണ്ട് ഈ പാലക്കാട് കഴിഞ്ഞ 5 ദിവസമായി പോലീസ് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ അക്ബറിനെ പിടികൂടിയിരിക്കുകയാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും അക്ബറാണ്. മൊത്തം 10 പ്രതികളുണ്ട്. ഇപ്പോൾ 4 പേരെ പിടികൂടിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ 3 പേരെ പിടികൂടിയിരുന്നു. ഇപ്പോൾ അക്ബറിനെ കൂടി പിടികൂടിയപ്പോൾ 4 പേരെ പിടികൂടി. ഇനിയിപ്പോൾ 6 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇതിൽ 2 പെൺകുട്ടികളടങ്ങുന്ന സംഘമാണ് പിടികൂടാനുള്ളത്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ കേസിലെ മുഖ്യപ്രതിയാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. അക്ബർ അവിടെ ഒരു പെൺവാണിഭം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടികളെ ആക്രമിച്ച ഈ സ്ഥലത്തുള്ള ലോഡ്ജിലെ ഒരു 3 നില കെട്ടിടത്തിലെ 2ാം നില വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ ഒരു അനാശാസ്യ കേന്ദ്രം നടത്തുകയായിരുന്നു അക്ബറിൻ്റെ ഈ ബിസിനസ്സിലെല്ലാം തന്നെ വലിയ ദുരൂഹത പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീടാണ് അന്വേഷണത്തിൽ ഇയാൾ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും പെൺവാണിഭം അടക്കമുള്ള കേസുകളിൽ മുൻപും ഇയാൾ പിടിയിലായിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ ഇയാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഇത്തരത്തിലൊരു അനാശാസ്യ കേന്ദ്രം കണ്ടെത്തുകയും അന്യസംസ്ഥാനക്കാരായ പെൺകുട്ടികളടക്കം അവിടെ നിന്നും മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ അക്ബർ. ഈ അക്ബറാണ് ഈ കലൂരിൽ പെൺകുട്ടികളെ, നടന്നുപോയിക്കൊണ്ടിരുന്ന പെൺകുട്ടികളെ അതിക്രൂരമായി ആക്രമിക്കുകയും നെഞ്ചത്തും വയറ്റിലും ഉൾപ്പെടെ ചവിട്ടിക്കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തത്. പിന്നീടാണ് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ അക്ബറിനെ തിരിച്ചറിയുകയും അക്ബർ പിന്നീട് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. എന്തായാലും ഈ 5 ദിവസത്തിന് ശേഷം ഇപ്പോൾ അക്ബറിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്.